ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഡോക്ടർ വിദ്യാർത്ഥികളെ വേട്ടയാടിയിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം കഴിഞ്ഞിട്ടും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തൊരു വേദനയാണ്, എന്തൊരു കഷ്ടമാണ്. പഠിച്ചുയരേണ്ട ഒരിടം അവന് നരകതുല്യമായി മാറിയപ്പോൾ മരണത്തിൽ അഭയം തേടുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് അവൻ ചിന്തിച്ചുവെങ്കിൽ പരാജയപ്പെട്ടത് അവനല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. ഈ രാജ്യത്ത് ഭരണഘടന ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ ഉള്ളത് കൊണ്ടോ ഇവിടെ സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 15 കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. ഇതേ ഭാഗത്ത് ആർട്ടിക്കിൾ 17 പറയുന്നു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധിക്കുക. എന്താണ് തൊട്ടുകൂടായ്മ? അതിന് കൃത്യമായിട്ട് ഡെഫിനേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടില്ല എങ്കിലും അതിന് സമാനമായ ഏതൊരു ആക്ഷനും പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, തുടക്കത്തിൽ അത് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നായിരുന്നു, ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഈ ആക്ടിന്റെ സെക്ഷൻ 7 കൃത്യമായി പറയുകയാണ്, ഒരു വ്യക്തിയെ അയാളുടെ വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ അയാളെ അപമാനിക്കുന്നത്, ശല്യപ്പെടുത്തുന്നത്, അയാളെ പീഡിപ്പിക്കുന്നത്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, നിയമപരമായി ശിക്ഷാർഹമാണ്. ഇതിനെല്ലാം ഉപരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A നമ്മുടെ കടമയായി എഴുതി വെക്കപ്പെട്ട കാര്യമാണ്. ഇതേ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തി പറഞ്ഞൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരു നാൾ ഈ ഭരണഘടന ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അത് കത്തിക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു ഡോക്ടർ BR അംബേദ്കർ. താങ്ക് യു.